سيد الآخرين اللهم صل على النبي سيدنا محمد إمام المتقين ورسول رب العالمين صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد حبيبا نبينا محمد رسول الله صلى الله عليه وسلم തങ്ങളെ മുഅ്മിനായി കാണുകയും അതുപോലെ ഈമാനോട് കൂടെ മരണപ്പെടുകയും ചെയ്യുന്നവരെയാണ്, വഫാത്താകുന്നവരെയാണ് സ്വഹാബി എന്ന് നമ്മൾ വിളിക്കുന്നത്. നിബിതങ്ങളെ കണ്ട് മുഅ്മിനാവാതെ കാഫിറായി മരിച്ചവരെ സ്വഹാബി എന്ന് വിളിക്കാറില്ല. അല്ലെങ്കിൽ നിബിതങ്ങളുള്ള കാലത്ത് തന്നെ കാഫിറായിട്ട് കാണുകയും കാഫിറായിട്ട് മരിച്ചവരെയും സ്വഹാബിയായിട്ട് നമ്മൾ കണക്കാക്കാറില്ല. അതേപോലെ മുഅ്മിനായി കാണുകയും മുഅ്മിനായി വഫാത്താവുകയും ചെയ്തവരെയാണ് സ്വഹാബി എന്ന് പറയുന്നത്. എന്നാൽ ഈ സ്വഹാബിയെ മുഅ്മിനായി കാണുകയും മുഅ്മിനായി ആ രീതിയിൽ തന്നെ മരണപ്പെടുകയും ചെയ്യുന്നവരെയാണ് താബിഈ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ താബിഈങ്ങളുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന വലിയ സൂഫിവര്യനായ ഒരു മഹാനായിരുന്നു ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സമീപത്തേക്ക് ഒരാൾ വരുന്ന ഒരു ചരിത്രം താരീഖിൽ കാണാം. ബഹുമാനപ്പെട്ടവരുടെ സമീപത്ത് ഒരാൾ വന്നുകൊണ്ട് വേവലാതി പറയുകയാണ്, പരാതി പറയുകയാണ്. എന്താ പരാതി? അൽ ജദൂബ, ഭയങ്കര വരൾച്ചയാണ്, ക്ഷാമമാണ്, പ്രയാസമാണ്, വെള്ളമൊന്നും കിട്ടാനില്ല എന്ന രീതിയിൽ പരാതി പറയുമ്പോ മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ആ വേവലാതി പറഞ്ഞ ആളോട് തിരിച്ച് മറുപടി പറയുന്നുണ്ട്, ഇസ്തഗ്ഫിരില്ലാ, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടണം. വേറൊരാൾ വന്നുകൊണ്ട് അൽ ഫഖർ, ദാരിദ്ര്യമാണ്, സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമാണ്. ആ രീതിയിൽ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി തങ്ങളുടെ അടുത്ത് വേവലാതി പറഞ്ഞപ്പോൾ അപ്പോഴും ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞത് ഇസ്തഗ്ഫിരില്ല, അല്ലാഹുവിനോട് പാപമോചനം തേടണം. വഖാല ആഖറു, വേറൊരാൾ വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് മക്കളില്ല, സന്താന സൗഭാഗ്യമില്ല, അതിനുവേണ്ടി മക്കളുണ്ടാവാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ അവരോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. മാത്രമല്ല വേറൊരാൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് പരാതി പറഞ്ഞു, എന്റെ തോട്ടക്കാകെ വല്ലാതെ നശിച്ചു പോയിട്ടുണ്ട്, കൃഷിയൊക്കെ നശിച്ചു പോയി, എന്തെങ്കിലും വഴി പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു സ്വബീഹ് എന്ന് പറയുന്ന തങ്ങളവറുകൾ ബഹുമാനപ്പെട്ടവർ ഈ സംഭവം ഈ വ്യത്യസ്ത ആളുകൾ വന്ന് പല പരാതികൾ പറഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ടവർ ഒരേ മറുപടിയാണ്, ഇസ്തഗ്ഫിരില്ല, 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 അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടണം. അപ്പോ ഇത് കണ്ട ഈ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്താ തങ്ങളെ ഇങ്ങനെ എല്ലാത്തിനും ഒരേ മറുപടി? ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇത് എന്റെ വാക്കല്ല, ഞാൻ സ്വന്തമായിട്ട് എന്റെ അടുത്ത് നിന്ന് പറയുന്നതല്ല, മഖുൽതു മിൻ ഇൻദി ശൈഅ, എന്റെ ഭാഗത്തു നിന്ന് ഞാൻ ഒന്നും പറഞ്ഞതല്ല, മറിച്ച് വഖാഇന്നല്ലാഹ തആല യഖൂലു ഫീ സൂറത്തി നൂഹ് സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ, ഇന്നഹു കാന ഗഫാറ, അവൻ നന്നായി നിങ്ങൾക്ക് പാപമോചനം തരുന്നവനാണ്. മാത്രമല്ല യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് സമൃദ്ധമായി മഴ തരുന്നവനും അല്ലാഹുവാണ്. മാത്രമല്ല വയുംദിദുകും ബിഅംവാലിൻ വബനീന, നിങ്ങൾക്ക് നല്ല സമ്പത്തും സന്താനവും അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് നല്ല തോട്ടവും അരുവിയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരും. എന്ത് ചെയ്യണം? ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടണം എന്ന് ബഹുമാനപ്പെട്ടവർ മറുപടി പറയുകയാണ്. സൂറത്തു നൂഹിലെ 11, 12 ആയത്തുകൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ നമ്മുടെ പാപമോചനം നമുക്ക് ലഭിക്കും എന്നതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു, നിങ്ങൾക്ക് അവൻ മഴ വർഷിപ്പിച്ചു തരും, നിങ്ങൾക്ക് സമ്പത്ത് നൽകും, സന്താന സൗഭാഗ്യം നൽകും, അരുവികളും തോട്ടങ്ങളും നിങ്ങൾക്ക് തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോൾ റഹ്മത്തിന്റെ പത്ത് നമ്മിൽ നിന്നും വിട പറഞ്ഞു.
മഗ്ഫിറത്തിന്റെ പത്താണ്. ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കേണ്ട പത്താണ്. അതിലൂടെ അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ, നമ്മുടെ പാപമോചനം നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തേടുമ്പോൾ, ഒപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായാൽ അത് വലിയൊരു റാഹത്തായിരിക്കും. വിശുദ്ധമായ ഖുർആനിന്റെ വാക്യമാണല്ലോ, യാഥാർത്ഥ്യമായ സത്യങ്ങളാണല്ലോ. ഖുർആൻ 100% ശരിയെന്ന് വിശ്വസിക്കുന്ന അഹ്ലുകാരാണ് നാം ഓരോരുത്തരും. അള്ളാഹു നമുക്ക് തരും, റിസ്ഖിൽ വിശാലതയുണ്ടാകും, സന്താന സൗഭാഗ്യം ഉണ്ടാകും, മഴ വർഷിപ്പിച്ചു തരും. എല്ലാ സമൃദ്ധികളും ഇസ്തിഗ്ഫാറിലൂടെ നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. വിശിഷ്യ ഇസ്തിഗ്ഫാറിന്റെ പത്തായ ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നാം ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇതിന്റെ സവാബുകൾ നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, ഈ മഹലിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഹദ്റാത്തിലേക്ക് എത്തിക്കട്ടെ. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റഹ്മത്തിന്റെ പത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞു. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച സജ്ജനങ്ങളിൽ, സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഗ്ഫിറത്തിന്റെ പത്ത് അവൻ ഉദ്ദേശിച്ച രീതിയിൽ, വളരെ സന്തോഷദായകമായ രീതിയിൽ റാഹത്തോടുകൂടെ യാത്രയാക്കാൻ നമുക്കും കൂട്ടുകുടുംബാദികൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.